നമ്മളിന്നിവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത് ലേൺ വൈസ് സക്സസ്ഫുള്ളി ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ 8th സീസൺ ഓഫ് ഓറിയന്റേഷൻ സെഷന്റെ എൻമാസെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊരു മെന്റർഷിപ്പ് പാക്കേജ് എടുത്തിട്ടാണ് നമ്മുടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട്, നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഒരു മെന്റർ അവൈലബിൾ ആണ്. ഒരു മെന്റർ മാത്രമല്ല, ലേൺ വൈസിന്റെ എൻറ്റയർ ടീം നിങ്ങളുടെ ഈ ഒരു അക്കാദമിക് ജേർണി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒരുപാട് പേര്, ഒരു എൻറ്റയർ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടീമിനെ പരിചയപ്പെടുകയാണ് നിങ്ങളുടെ ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണത്തെ നമ്മുടെ ഒരു മോട്ടോ തന്നെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് ആണ്. അതിലെ ഡിസ്കവർ എന്ന് പറയുന്ന ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എവിടുന്നൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടാണ് നമ്മൾ തരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോ നിങ്ങൾക്ക് മെന്ററുടെ സപ്പോർട്ട് പോലെ തന്നെ ഞങ്ങൾ മെന്റേഴ്സിന് ഞങ്ങൾ എല്ലാ കാര്യത്തിലും ഗൈഡ് ചെയ്യാനും ഞങ്ങളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി ഞങ്ങൾക്കും ഞങ്ങളുടെ ഒരു മെന്റർഷിപ്പ് ടീം ലീഡ് ആയിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ലിൻസി മാം അവൈലബിൾ ആണ്. ലിൻസി മാമിനെ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു ലിൻസി മാം. സോ ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. സോ എനിക്ക് ആകെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളൂ. സോ എല്ലാവരും ക്യാമറ ഒക്കെ ഒന്ന് ഓൺ ചെയ്യോ? നമ്മൾ ഓറിയന്റേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് 5th സെഷൻ ആയി. സോ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ, കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പലരെയും കണ്ടിട്ടില്ല. നിങ്ങൾ ചിലപ്പോൾ പലരും എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവാം. സോ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇന്ററാക്റ്റീവ് ആയിരിക്കും, ലൈവ് ആയിരിക്കും. എനിക്ക് കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ തോന്നും. അപ്പൊ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്യാം. നമുക്കറിയാം എല്ലാവരും വീട്ടിലൊക്കെ ആയിരിക്കും എന്നുള്ളത് അറിയാം. സോ എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സെഷനിൽ നിന്ന് റെക്കോർഡിംഗ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരുടെയും മൈക്രോഫോൺസ് എല്ലാം മ്യൂട്ട് ആണെന്നുള്ളത്. സോ നമ്മൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി ബാച്ച്മേറ്റ്സിനെയൊക്കെ കണ്ട് വർക്ക് വിത്ത് ഇഗ്നോ, നമ്മുടെ ഇഗ്നോയുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി. അതിനുശേഷം നമ്മളുടെ പിന്നീടുള്ള സെഷൻസ് ആയിട്ടുള്ള സിലബസ് ഡീകോഡിങ്, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഓരോ പ്രോഗ്രാംസിന്റെ സിലബസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. അതിനുശേഷം നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോംസുകളെല്ലാം പരിചയപ്പെട്ടു. അതിനുശേഷമുള്ള എൻമാസെ സെഷൻ എന്ന് പറയുന്നത് മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും ആണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ 18 കോഴ്സസിന്റെ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഓരോ ലേണേഴ്സ്, നിങ്ങൾ ഓരോരുത്തരാണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ ഒഫീഷ്യലി ലേൺ വൈസ് ഫാമിലിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഇവിടെ ഇന്നിപ്പോ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഓരോ മെന്റേഴ്സ് അലോട്ടഡ് ആയിരിക്കും. സോ അപ്പൊ എന്താണ് മെന്റർഷിപ്പ്? നിങ്ങൾക്ക് ഓൾറെഡി ഓൺ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സോ അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലേൺ വൈസിൽ നിന്ന് മെന്റർഷിപ്പ് സപ്പോർട്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഒരു കംപ്ലീറ്റ് ഓറിയന്റേഷൻ തരിക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനകത്തേക്ക് മൂവ് ചെയ്യാം. സോ ലെറ്റ് മീ ഷെയർ ദ സ്ക്രീൻ നൗ. ഓക്കെ, സോ എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ നമ്മുടെ ജൂലൈ 2024 ലേൺ വൈസ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ലേൺ വൈസ് ഫാമിലിയുടെ പേരിൽ വൺസ് അഗെയിൻ വെൽക്കം ചെയ്യാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടെ നമ്മളുടെ അഡ്മിഷൻസിൽ നിന്നൊക്കെ അഡ്മിഷൻ കൗൺസിലേഴ്സ് ഒക്കെ കണക്ട് ചെയ്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടായിരിക്കും, എന്തിനാണ് മെന്റർഷിപ്പ് പാക്കേജിൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തതിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ബേസിക്കലി നമ്മളുടെ മെന്റർഷിപ്പ്, ലേൺ വൈസ് ഒരു മെന്റർഷിപ്പ് എന്നുള്ളൊരു പാക്കേജ് കൊണ്ടുവന്നതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം ഇതിനകത്ത് ഫസ്റ്റ് പിക്ചറിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരാളെ താഴത്തു നിന്ന് കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാണ്. സോ ഐഡിയലി വാട്ട് ദ മെന്റർഷിപ്പ് അല്ലെങ്കിൽ മെന്റേഴ്സ് എന്താ, ലേൺ വൈസിലെ ഓരോ മെന്റേഴ്സും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തരും നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടില്ല. നമുക്കറിയാം 8th വേർഷൻ ഓഫ് ഓറിയന്റേഷൻ ആണ്. സോ ഇത്രയും ഓറിയന്റേഷൻസിൽ ബീം പാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളുടെ ഒത്തിരി ലേണേഴ്സ് ഇവിടുന്ന് പാസ് ഔട്ട് ആവുന്ന സമയത്തും നമ്മളുടെ അടുത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്തും നമ്മളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, കാരണം അവർക്ക് എപ്പോഴും ഒരു ഗോളുമായിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രീമുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്.
അപ്പൊ ആ ഓരോരുത്തരെയും ആ ഡ്രീമിലേക്ക് എത്തിക്കുക, അതിനകത്തേക്ക് എങ്ങനെയൊക്കെ ആ ഒരു അവരുടെ ഗോൾ എന്താണോ അതിലേക്ക് എത്തിക്കാൻ എങ്ങനെയൊക്കെ പറ്റും, അതിനു വേണ്ടിയിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് തന്നുകൊണ്ടും അതുപോലെ തന്നെ നോളജ് തന്നുകൊണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി മെന്റേഴ്സ് മേക്ക് യു ലേൺ ആസ് വെൽ ആസ് ഗ്രോ. സോ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കിൽസും അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ എക്സ്പെർട്ടൈസും ഉള്ള ആ ഓരോരുത്തരാണ് നിങ്ങൾക്ക് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഹൂ ഇസ് എ മെന്റർ ഓർ വാട്ട് ഇസ് മെന്ററിങ്? എന്താണ് ശരിക്കും മെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെന്ററിങ്ങിന്റെ ആവശ്യകത എന്താണ്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ മെന്റേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ ജോയിൻ ചെയ്തിട്ട് കുറച്ചും കൂടി റാപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക്കലി നമ്മൾ എന്തിനാണ് മെന്ററിങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് എക്കഡമിക്കൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു ഡിഗ്രി വേണം, അതർ UG അല്ലെങ്കിൽ ഒരു PG. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു BA പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം, ഏതെങ്കിലും ഒരു UG PG അല്ലെങ്കിൽ BCom MCom MBA ഏതെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾക്കൊരു ഡിഗ്രി വേണം. അത് ചിലപ്പോൾ 2 ഇയർ പ്രോഗ്രാം ആയിരിക്കാം അല്ലെങ്കിൽ 3 ഇയർ പ്രോഗ്രാം ആയിരിക്കാം. പക്ഷെ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ ഡിറക്ഷൻസും അതിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഗോൾസുകൾ, അതായത് നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ അതിനകത്ത് പ്രൊഫഷണൽ അക്കാഡമിക്കൽ ആയിട്ടുള്ള കരിയർ വൈസ് ഉള്ള നിങ്ങളുടെ ഡെവലപ്മെന്റും, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള പാത്ത് വൈസും എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളുടെ മെന്റർഷിപ്പിനോട് കൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു അക്കാഡമിക്കൽ ഡൗട്ട് ക്ലിയറിംഗ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾക്കറിയാം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ഇൻഡിവിജ്വൽ വീക്ക്ലി കോൾസിലാണെങ്കിലും ഓൺബോർഡിംഗ് മീറ്റിംഗ്സിലാണെങ്കിലും അല്ലാതെ വരുന്ന മന്ത്ലി മീറ്റിംഗ്സുകളിലാണെങ്കിലും നിങ്ങൾ സംസാരിക്കും. നമ്മുടെ അതർ പ്രോഗ്രാംസിലോട് കൂടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ലേൺവൈസിലെ മെന്റർഷിപ്പ് പാക്കേജോടുകൂടി അല്ലെങ്കിൽ ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ലേണേഴ്സിനും ജസ്റ്റ് ഒരു ഡിഗ്രി അച്ചീവ് ചെയ്യാന്ന് മാത്രമല്ല, അവരിൽ ഉണ്ടാവുന്ന നമ്മൾക്ക് അതിനുശേഷം ഒരു ഡിഗ്രി കിട്ടിയതിനു ശേഷം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് അറിയുന്ന, നമുക്ക് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ചിലപ്പോൾ ഒത്തിരി വർഷത്തെ ഗ്യാപ്പിന് ശേഷമായിരിക്കും നമ്മളുടെ കൂടെ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾക്കറിയാം നമ്മൾ ഡിഗ്രി കിട്ടി, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു നെക്സ്റ്റ് എക്കഡമിക്കൽ ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു ജോബിൽ ഓറിയന്റഡ് ആയിരിക്കാം. അപ്പൊ അതിന് വേണ്ടതായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കോൺഫിഡൻസ്, കോമ്പിറ്റന്റ് ആയിരിക്കണം, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ആവണം. അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെന്റർ എന്ന് പറയുന്നത്. സോ യു വിൽ ബി ഹാവിങ് എ ഫീഡ്ബാക്ക് മെക്കാനിസം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും, നിങ്ങളിപ്പോൾ അക്കാഡമിക്സ് ആയിട്ടുള്ള നിങ്ങളുടെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് അതിന് വേണ്ടതായിട്ടുള്ള ഫീഡ്ബാക്സും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യും. അതോടുകൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യുന്ന ഓരോ ലേണേഴ്സിന്റെയും ഒരു ഓവറോൾ വെൽബീങ്, അതായത് അക്കാഡമിക്കലും പേഴ്സണലുമായിട്ടുള്ള ഒരു മൊത്തമായിട്ടുള്ള നിങ്ങളുടെ ഒരു വെൽബീങ്ങിനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലേൺ വൈസിന്റെ മെന്റർഷിപ്പോട് കൂടെ നമ്മൾ, അല്ലെങ്കിൽ ഓരോ മെന്റേഴ്സോട് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം എങ്ങനെയായിരിക്കും, ഞാനിപ്പോ പറഞ്ഞു കോൺഫിഡൻസും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ ഗോൾസും എല്ലാം നിങ്ങൾ അതിനകത്തേക്ക് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മെന്ററിങ്ങിൽ ഡിഫറെന്റ് ഫേസസ്, അല്ലെങ്കിൽ നമ്മൾക്ക് പറയുന്ന പോലെ ഓരോ കൂടിയായിരിക്കും നമ്മൾ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നുണ്ടാവും. സോ ഫസ്റ്റ് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ബീങ് മെന്റർ ആയിട്ടിരുന്നു, അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം മെന്റർഷിപ്പ് ടീം ലീഡ് ആയിട്ടിരുന്നിട്ടും, അതുപോലെ ഇപ്പോഴത്തെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടിരുന്നിട്ടും ഉള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മളൊരു ഡിഗ്രി എടുക്കാൻ നമ്മൾ ജോയിൻ ചെയ്തു. നമുക്ക് ഐഡിയലി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെന്റേഴ്സും കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട, നമുക്കറിയാം നമ്മളൊരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് നല്ലൊരു റാപ്പോർട്ട്. അതായത് റാപ്പോ എന്ന് പറയുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മെന്റർ ആൻഡ് മെന്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും പെട്ടെന്നൊരു ദിവസം ഒരാളെ വിളിച്ച്, ഞാനിപ്പോ ഒരാളെ വിളിച്ച് പെട്ടെന്നൊരു ദിവസം വിളിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു അയ്യോ ഞാൻ എങ്ങനെയാ സംസാരിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഗ്രാജുവലി നിങ്ങളൊരു ട്രസ്റ്റ്, അതായത് എനിക്ക് എന്റെ കാര്യങ്ങൾ, എന്റെ എക്കണോമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു വീക്ക്ലി കോള്, ആ വീക്ക്ലി കോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എല്ലാം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ കുറെ പേരൊക്കെ ഇപ്പോ ഓൾറെഡി നല്ല
കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു സ്മൂത്ത് ജേർണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് എസ്റ്റാബ്ലിഷ് എ ഗുഡ് റാപ്പോ വിത്ത് യുവർ മെന്റർ എന്നുള്ളത്. സോ അതുപോലെ തന്നെയാണ് നിങ്ങൾ മെന്ററും മെന്റി നിങ്ങളും ആയിട്ട് ലേണറും അതുപോലെ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മെന്ററുമായിട്ട് നിങ്ങളുടെ ലോങ് ടേം ഗോൾ ഒബ്ജക്റ്റീവ്സ്, അതായത് ജസ്റ്റ് ഒരു ഡിഗ്രി കിട്ടുക എന്ന് മാത്രമല്ല, അതിനുശേഷം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, അതിൻ്റെ അകത്തേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എവിടേക്കാണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫീൽഡിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരാണ് നമ്മുടെ ഓരോ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തരെയും കുറച്ചും കൂടി ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ അത് രീതിയിൽ നിങ്ങൾ മ്യൂച്വലി നിങ്ങളുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലോങ് ടേം ഗോൾസുകൾ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ഡെയിലി റൊട്ടീൻസ് ഞാൻ ചെയ്യണം അല്ലെങ്കിൽ വീക്ക്ലി റൊട്ടീൻസ് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മെന്ററുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ആൻഡ് ഓൾവേസ് ഇവാലുവേറ്റ് ദ ഔട്ട്കംസ്. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാമെന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ഇനീഷ്യൽ ഡേയിൽ എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ച് കാണാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് എല്ലാ വീക്കിലും ഞാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണ്. ഒരു വീഡിയോ വെച്ചില്ലെങ്കിൽ ഞാനൊരു 5 വീഡിയോ ആണ് ഞാൻ ഒരു ദിവസം കാണാൻ തീരുമാനിച്ചിട്ടുണ്ടായത്, പക്ഷെ എനിക്ക് 5 വീഡിയോ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അതിന്റെ ഔട്ട്കംസ് നിങ്ങൾ എപ്പോഴും മെന്ററുമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. സോ പിന്നീട് നമുക്കറിയാം നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ലേൺ വൈസിലെ മെന്ററിങ്ങിന്റെ സ്പെസിഫിക് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട കോച്ചിങ്ങും നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും ട്രെയിനിങ്ങും മോട്ടിവേഷനും എല്ലാം, അതുപോലെ തന്നെ നോളജും. നമുക്കറിയാം മെന്റർ എന്ന് പറയുന്നത് അക്കാഡമിക് എക്സ്പേർട്ട് ആണ്, നിങ്ങൾക്ക് വേണ്ട നോളജും കാര്യങ്ങളെല്ലാം തരും. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഓൺ ബോർഡിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നിപ്പോ ന്യൂ ആയിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ഇപ്പൊ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ബോർഡിംഗ് മീറ്റിംഗ് നടന്നിട്ടുണ്ടാവില്ല. ബാക്കിയുള്ള ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഓൺ ബോർഡിംഗ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഓൺ ബോർഡിംഗ് മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അക്കാഡമിക് കൗൺസിലേഴ്സ് വഴി നിങ്ങളുടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ഇനീഷ്യൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടാവും. ഈ ഇനീഷ്യൽ മീറ്റിംഗിൽ നിങ്ങൾ മെന്ററെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കൊരു ഡാറ്റ ഗാദറിംഗ് ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഈ ഡാറ്റ ഗാദറിംഗ് ഷീറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. കിട്ടിയിട്ടുള്ള എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, കിട്ടിയിട്ടുള്ളവരും ഇനി കിട്ടാനുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്ന മെന്റർഷിപ്പോട് കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും ഇനീഷ്യൽ ഫേസിൽ നമ്മളൊരു അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റ് നടത്തുന്നുണ്ട്. ഈ അക്കാഡമിക് കോമ്പിറ്റൻസി അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ബേസിക്കലി 5 ഏരിയാസിലുള്ള അസസ്മെന്റ്സുകളാണ് നമ്മൾ നടത്തുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, ടെക്നിക്കൽ, ലോജിക്കൽ ആൻഡ് റിസർച്ച്. ഈ 5 ഏരിയാസിന്റെ അസസ്മെന്റ്സിന്റെ ഫോംസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യകത എന്നുള്ളത് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. നിങ്ങൾ ചിലപ്പോൾ കുറെ പേർക്ക് ചിലപ്പോൾ റീഡിംഗിൽ ബുദ്ധിമുട്ടുണ്ടാവും, റൈറ്റിംഗിൽ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ റിസർച്ച് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ ഗൂഗിൾ ഫോം ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഓരോ മെന്റേഴ്സിനും അവരുടേതായിട്ടുള്ള ലേണേഴ്സിന്റെ ഡിഫിക്കൽട്ട് ഏരിയ ഏതാണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് സ്കിൽസ് വേണം, റൈറ്റിംഗ് സ്കിൽസ് വേണം, റിസർച്ച് സ്കിൽസ് വേണം, ലോജിക്കൽ സ്കിൽസ് വേണം. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് എല്ലാം നമ്മുടെ വീക്ക് ഏരിയാസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റിസൾട്ട്സ് വേറൊരു ലേണേഴ്സ് ആയിട്ടോ വേറൊരു മെന്റേഴ്സ് ആയിട്ടോ ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളും മെന്ററുമായിട്ട് മാത്രമേ ഉള്ളതായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും അയ്യോ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് അറിയില്ല, ഞാനിത് ചെയ്യുന്നത് കൊണ്ട് മെന്റർ എന്ത് വിചാരിക്കും, എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല, അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. വൈ? ബിക്കോസ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാ ഫോംസും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മെന്ററിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും മെന്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഷെയർ ചെയ്ത് തരാന്നുള്ളത്. അപ്പൊ പോർട്ട്ഫോളിയോ ബേസിക്കലി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഷെയർ ചെയ്ത് തരാൻ. സോ ബേസിക്കലി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഈ 5 ഏരിയയുടെ അസസ്മെന്റ്സുകളും ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഓരോ ഏരിയാസിലുള്ള നിങ്ങളുടെ പ്രൊഫഷൻസീസിന് എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആയിരിക്കും. അതിലുണ്ടാവുന്ന നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണോ ആ വീക്ക് ഏരിയാസിനെ നിങ്ങൾക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ അകത്ത് അതിന്റെ ലിങ്കും അതിന് വേണ്ട റിസോഴ്സസും ആ ഡോക്യുമെന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. സോ അതുവഴി നിങ്ങൾ അതിന്റെ റിസോഴ്സസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആപ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണോ അത് നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ എക്സാമിന് ടുവേർഡ്സ് എൻഡിൽ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ഇംപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും എല്ലാവരും ഇനി കിട്ടാത്തവരും അതുപോലെ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരും എല്ലാവരും ഈ സെഷന് ശേഷം തന്നെ ഈ എക്കണമിക് കോമ്പറ്റൻസ് അസസ്മെന്റ്സുകൾ ചെയ്യാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോമായി നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സുകളും നോക്കുക. സോ അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നതാണ് ഓറിയന്റേഷൻ. അതായത് നമ്മൾക്കറിയാം ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓറിയന്റേഷൻ, ദാറ്റ് ഇസ് നമ്മൾക്ക് ഇപ്പൊ അറിയാം നമുക്ക് മൊത്തം 10 സെഷൻസ് ആണ് നിങ്ങൾക്ക് ഓൾ ടുഗദർ ഉണ്ടാവുക. ഈ 10 സെഷൻസുകളിലും നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളായിട്ടായിരിക്കും നമ്മൾ ഡീൽ ചെയ്ത് പോകുന്നുണ്ടാവാം. അപ്പൊ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളൊരു നമ്മൾക്കറിയാം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്പിൽ വേണ്ട കണ്ടന്റ്സും മെറ്റീരിയൽസും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ നമ്മളൊരു ടൈം ടേബിളോട് കൂടെ, അതായത് കൃത്യമായിട്ടുള്ള ഈ ദിവസം ഞാൻ എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് ടൈം ടേബിളോട് കൂടെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറിയന്റേഷന്റെ അവസാനത്തെ 10ാമത്തെ ദിവസത്തിന് ശേഷമായിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു വർഷത്തെ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ സെമസ്റ്റർ 6 months അല്ലെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് എക്സാം എപ്പോഴാണോ വരുന്നത് അതിനുള്ളിൽ നിങ്ങളുടെ പോർഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐഡിയലി നമ്മൾക്ക് ഒരു വീഡിയോ അല്ലെങ്കിൽ പിന്നീട് 2 വീഡിയോസ് ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാനുണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ടൈം ടേബിളുമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് മുന്നേ ആയിട്ടുള്ള സെഷൻസ് ആണ് ഓറിയന്റേഷൻസ്. സോ എല്ലാ ഓറിയന്റേഷൻ സെഷൻസും നിങ്ങൾ മിസ് ഔട്ട് ആവാതെ കാണുക. പിന്നീട് വരുന്നൊരു കാര്യമാണ് വീക്ക്ലി കോൾ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ കുറെ പേരൊക്കെ വീക്ക്ലി കോൾസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. നിർബന്ധമായിട്ടും ഓറിയന്റേഷൻ സെഷൻ കഴിയുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ വീക്ക്ലി കോള് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വീക്ക്ലി കോൾ എന്ന് പറയുന്നത് മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മൾക്ക് വരുന്നത്. ഈ മൺഡേ ടു സാറ്റർഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെന്റർ അവൈലബിൾ ആയിരിക്കുന്നത് 9 AM to 9 PM ആയിരിക്കും നിങ്ങൾക്ക് മെന്റർ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഐഡിയലി യൂഷ്വലി സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡേ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്യൂസ്ഡേ ആണ് എനിക്ക് ഈ മെന്ററുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഡേ. അങ്ങനെയാണെങ്കിൽ ട്യൂസ്ഡേ ചൂസ് ചെയ്യാം. ട്യൂസ്ഡേ ഏത് ടൈമിലാണ് എനിക്ക് ഫ്രീ ആവാം, മേ ബി ട്യൂസ്ഡേ എല്ലാ ദിവസവും ട്യൂസ്ഡേ 4 PM ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്ററെ ഇൻഫോം ചെയ്യാം. എന്റെ വീക്ക്ലി കോൾ ഡേ എന്ന് പറയുന്നത് മൺഡേ അല്ലെ ട്യൂസ്ഡേ 4 PM ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാം. നിങ്ങൾ അങ്ങനെ വീക്ക്ലി കോൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ വീക്ക് നിങ്ങൾ ഏത് ഡേ ഏത് ടൈമിലാണോ നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂസ്ഡേ 4 PM ആണ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ട്യൂസ്ഡേ 4 PM നിങ്ങളെ മെന്റർ കണക്ട് ചെയ്യുന്നുണ്ടാവും. എന്തിനാണ് നിങ്ങൾ വീക്ക്ലി കോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു അക്കാഡമിക് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ വീക്ക്ലി കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെയിലി ബേസിസിൽ നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവും. ഈവൻ ദോ നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും അക്കാഡമിക്കൽ പ്രോഗ്രസ് ട്രാക്കിംഗ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് എവിടെ വരെ വാച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര വരെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്കാഡമിക് പ്രോഗ്രസ് ട്രാക്കിങ്ങിന്റെ ഭാഗമായിട്ട് വീക്ക്ലി കോൾ ചെയ്യുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും വീക്ക്ലി കോളിന്റെ ടൈം ഫിക്സ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഞാനിപ്പോ ട്യൂസ്ഡേ ഇന്ന ടൈം ഫിക്സ് ചെയ്തു, പക്ഷെ ഒരു ആഴ്ച എനിക്ക് ആ ടൈമിൽ ഞാൻ അവൈലബിൾ അല്ല, നമുക്കറിയാം ചിലപ്പോൾ മെഡിക്കൽ എമർജൻസീസ് വരാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ജോബിന്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മെന്ററെ ഇൻഫോം ചെയ്യുക, ഇന്ന് എനിക്ക് അല്ലെങ്കിൽ നാളെ എനിക്ക് ഞാൻ വീക്ക്ലി കോളിന് അവൈലബിൾ ആയിരിക്കില്ല, അതിന് പകരം എനിക്ക് ഈ ആഴ്ച ഇന്ന ഡേയിലേക്ക് ഒന്നും അല്ലെങ്കിൽ ഇന്ന സമയത്ത് സംസാരിക്കാം എന്നുള്ള കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാം മെന്ററെ ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ മെന്റർ നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ കോൾ എടുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾ മെന്ററുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീക്ക്ലി കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളോ എന്തെങ്കിലും പോർഷൻസ് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് ഓർക്കാം, ഈ ഓറിയന്റേഷൻ സെഷൻസിന് ശേഷം എല്ലാവരും, അതായത് ഫിക്സ് ചെയ്യാത്ത എല്ലാ ലേണേഴ്സും നിർബന്ധമായിട്ടും മൺഡേ ടു സാറ്റർഡേയില് ഏതെങ്കിലും ഒരു ഇതില് നിങ്ങൾ ഫിക്സ് ചെയ്യുക, ടൈമിൽ ഫിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞു 9 AM to 9 PM ആയിരിക്കും അവൈലബിൾ ആയിരിക്കാം. അതുപോലെ തന്നെ മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും. സോ അത് കൃത്യമായിട്ട് നോക്കുക, അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് മെന്ററുമായിട്ട് ഫിക്സ് ചെയ്യാം. സോ പിന്നീട് വരുന്നതാണ് നമ്മളുടെ ലേൺ വൈസ് ഡേ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പഠിച്ചു തുടങ്ങാത്ത
കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ ചില കുറെ പേർക്ക് ഇപ്പൊ നോ ജോയിനീസിനൊന്നും ലേൺ വൈസ് ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ ബേസിക്കലി ഇങ്ങനെ ഒരു ലേൺ വൈസ് ടെംപ്ലേറ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് കാണിച്ചു തരാം. ഇതുപോലെ ഒരു സിംഗിൾ മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവാം. ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതിന് വേണ്ടി അത് രണ്ടായിട്ടാണ് മെസ്സേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നുണ്ടാവും. ദിസ് ടെംപ്ലേറ്റ് ഇസ് നോൺ ആസ് മൈ ലേൺ വൈസ് ഡേ ടെംപ്ലേറ്റ്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓറിയന്റേഷന് ശേഷം നിങ്ങൾക്ക് അവസാന ദിവസം നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ലേൺ വൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഓരോ ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം എന്നത് കറക്റ്റ് ആയിട്ട് ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ദിവസം ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് മെന്റേഴ്സ് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും ടെംപ്ലേറ്റ്. ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക, ഓരോ ദിവസം അതിന്റെ ഡേറ്റ് കൊടുക്കുക, നിങ്ങളുടെ പേര്, ലേൺ വൈസ് ഐ ഡി, ബാച്ച് ചെയ്താണ്, ഡേറ്റ് ഓഫ് ജോയിനിങ്, വീക്ക്ലി കോൾ ഡേ എന്ന് നമുക്ക് കൊടുക്കാം. നിങ്ങൾ ആ ദിവസം എന്ത് വീഡിയോ ആണോ വാച്ച് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ അവിടെ മെൻഷൻ ചെയ്യുക. അതിന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, അതായത് നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽ എന്താണ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ അതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടാവും, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത്, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന്റെ സ്കോർ എത്രയാണ്, അതുപോലെ തന്നെ എക്സാം PDF ഫയൽസ്, നമുക്കറിയുന്ന പോലെ എക്സാം PDF ഫയൽസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഇനി റിവിഷൻ സെഷൻസ്, ഇന്നിപ്പോ ഒരു ലൈവ് ഉള്ള ദിവസമാണ്, ഞാൻ ലൈവ് സെഷൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അതായത് ദിവസം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെക്കോർഡഡ്, ഇപ്പൊ ഞാനൊരു ദിവസം സെഷൻ എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ആ സെഷന്റെ റെക്കോർഡിംഗ് ആണ് ഞാൻ ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന അസൈൻമെന്റ്സ് എവിടെ വരെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മെന്റേഴ്സിന് അതിന്റെ പ്രോഗ്രസ് അറിയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞ വീക്ക്ലി കോളിന്റെ ബേസിസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അസൈൻമെന്റ് ഇന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ടാസ്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ടാസ്കിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ ദിവസവും അതിന്റെ അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനിങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ അയച്ചു തന്നു, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ എല്ലാ ദിവസവും അയക്കണ്ടേ, പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ ടെംപ്ലേറ്റ് തന്നെ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് അയക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഓഡിയോ മെസ്സേജ് ആണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ ഓഡിയോ മെസ്സേജ് ആയിട്ട് ആ ദിവസം ജസ്റ്റ് ഒന്ന് ഓഡിയോ അയക്കുക. അതായത് ഞാൻ എന്താണ്, ഒറ്റ സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് പറയാം, എനിക്കിങ്ങനെ ഞാൻ ഇന്ന വീഡിയോസസ് ആണ് കണ്ടിട്ടുള്ളത്, ഇന്ന മെറ്റീരിയൽസ് ഞാൻ വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്ത് കൊടുക്കാം ഓഡിയോ മെസ്സേജ് ആയിട്ടെങ്കിൽ. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് അതൊരു നിങ്ങളുടെ പ്രാക്ടീസ് ആക്കി എടുക്കുക. നിങ്ങൾ അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിടാം, either ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടോ അയച്ചിടാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് മെന്ററിന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എല്ലാ വീക്ക്ലി കോളിനും മുന്നേ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യും. സോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആരും സ്ക്രീനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്, ബിക്കോസ് നമ്മളിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും നിങ്ങളുടെ അനോട്ടേഷൻസും എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. സോ ഇപ്പൊ ഞാൻ പറഞ്ഞു, മൈ ലേൺ വൈസ് ടെംപ്ലേറ്റ് കിട്ടുന്നതനുസരിച്ച് എല്ലാ ദിവസവും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മെന്ററിന് കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ വരുന്നതാണ് ഇൻഡിവിജ്വൽ അസിസ്റ്റൻസ് ആൻഡ് ഡൗട്ട് ക്ലിയറൻസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വീക്ക്ലി കോളും മൈ ലേൺ വൈസ് ടെംപ്ലേറ്റും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇൻ കേസ് എന്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാലും, അതായത് നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പോർഷൻ പഠിക്കുന്നു, പെർട്ടിക്കുലർ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററെ വിളിക്കാവുന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന വീക്ക്ലി കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട. യു ക്യാൻ കോൾ യുവർ മെന്റർ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കണം, മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ എന്ത് അസിസ്റ്റൻസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് യുവർ മെന്റർ. അത് എക്കണമിക്കൽ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് ദം. സോ ഇൻഡിവിജ്വൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് ഈ പറയുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളുടെ മെന്റേഴ്സിന് കുറെ ലേണേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വേറൊരു ലേണറുമായിട്ട് കോളിലോ അല്ലെങ്കിൽ മെസ്സേജിലോ വന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് യു ക്യാൻ ഗീവ് എ റിപ്പീറ്റഡ് റിമൈൻഡർ ഓർ കോൾ ദം ആൻഡ് ഗീവ് എ റിപ്പീറ്റഡ് റിമൈൻഡർ.
ഓക്കെ. സോ ഐഡിയലി നമ്മളുടെ എല്ലാ മെന്റേഴ്സും അറ്റ്ലീസ്റ്റ് നൈറ്റിനുള്ളിൽ എന്തായാലും മെസ്സേജസ് നോക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞതാണ്, എന്തെങ്കിലും ഇപ്പോൾ ലൈവ് സെഷൻസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളുടെ മെസ്സേജ് കാണാൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് ദ റിമൈൻഡർ. ഓക്കെ. സോ പിന്നെ വരുന്നതാണ് മന്ത് മീറ്റിംഗ് എന്ന് പറയുന്നത്. സോ മന്ത് മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വീക്ക്ലി കോൾസിനും ഡെയിലി ഡൗട്ട് ക്ലിയറൻസിനൊക്കെ പുറമെ എല്ലാ മന്തിന്റെയും അവസാനത്തെ വീക്കില്, അതായത് ഇപ്പൊ ഈ പറയുന്ന ജൂലൈ മാസത്തിലേക്ക് അവസാനത്തെ വീക്കില് നിങ്ങൾക്കൊരു മന്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ബേസിക്കലി മന്ത് മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാച്ചില് അതാത് മെന്ററിന്റെ അണ്ടറിൽ എത്ര ലേണേഴ്സ് ഉണ്ടോ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. നിങ്ങളുടെ മെന്റർ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ആ മീറ്റിംഗിൽ ബേസിക്കലി നിങ്ങളുടെ ആ മാസത്തെ നിങ്ങളുടെ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ബാച്ചിലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ലൈവ് സെഷൻസോ അസൈൻമെന്റ് റിലേറ്റഡോ അല്ലെങ്കിൽ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും, അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിൽ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ മന്ത് മീറ്റിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് നേരത്തെ തന്നെ നിങ്ങൾക്ക് മെന്റേഴ്സ് ഇൻഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മന്ത് മീറ്റിംഗ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ബാച്ച് മേറ്റ്സും കൂടി ആയിട്ടുള്ള നിങ്ങളുടെ സെയിം കോഴ്സിൽ പഠിക്കുന്ന സെയിം ബാച്ചിലുള്ള ലേണേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കൂടെ മീറ്റിംഗിൽ ഉണ്ടാവും. സോ മന്ത് പെർഫോമൻസ് ഇവാലുവേഷൻ വിത്ത് മെന്റർ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് അസൈൻമെന്റ് കറക്ഷൻ എന്ന് പറയുന്നത്. സോ അസൈൻമെന്റ് കറക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, മെന്റർഷിപ്പ് പാക്കേജോട് കൂടെ ജോയിൻ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും നിങ്ങളുടെ കോ പേപ്പേഴ്സുകൾ നിങ്ങൾക്ക് അസൈൻമെന്റ്സിൽ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന് വേണ്ട ഫീഡ്ബാക്സുകൾ നിങ്ങൾക്ക് മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് മെന്റേഴ്സ് ഫീഡ്ബാക്സും കറക്ഷൻസും തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. നമ്മളുടെ ഓരോ പേപ്പേഴ്സും കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ മെന്റേഴ്സ് ഇന്ന പേപ്പർ അസൈൻമെന്റ്സ് എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് ലാസ്റ്റ് മിനിറ്റിലേക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെന്റേഴ്സിന് അത് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാം, ഐഡിയയിൽ ഒരു ഇഗ്നോയുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു 10-20-25 പേജസിന് മേളിൽ ഉണ്ടാവുന്ന അസൈൻമെന്റ് ആണ്. അത് നിങ്ങൾ ഓൺലൈൻ ത്രൂ നിങ്ങൾ ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് PDF ആയിട്ട് അയച്ചു കൊടുക്കുന്ന ഫയലായിരിക്കും അവർ വായിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പൊ കൃത്യമായിട്ട് ലാസ്റ്റ് മിനിറ്റിലേക്ക് കീപ്പ് ചെയ്യരുത്. കറക്ഷൻസിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ റഫ് കോപ്പി എഴുതി നിങ്ങളുടെ മെന്റർക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തതിന് ശേഷം അവരതിന്റെ കറക്ഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ്, ഞാൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി. ഇപ്പൊ ഞാൻ പറയുന്ന ഇവിടെ അസൈൻമെന്റ് കറക്ഷൻസ് കിട്ടുന്നുണ്ട്, നിങ്ങൾ അസൈൻമെന്റ് അയച്ചു കൊടുത്താലാണ് മെന്റേഴ്സിന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ്സ് നിങ്ങളുടെ മെന്റേഴ്സിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. കോർ പേപ്പേഴ്സ് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്ത് അതിന്റെ ഫീഡ്ബാക്സ് ഓൺ ടൈമിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ പിന്നീട് വരുന്നതാണ് ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മെന്റർഷിപ്പ് പാക്കേജോട് കൂടെ മാത്രം ജോയിൻ ചെയ്യുന്ന ലേണേഴ്സിന് കിട്ടുന്ന ഇതുപോലെ തന്നെ അസൈൻമെന്റ് കറക്ഷൻസും മന്ത് മീറ്റിംഗ്സ് ഒക്കെ പോലെ തന്നെ കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് ലൈവ് റിവിഷൻ സെഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ചിട്ട് ഓരോ പേപ്പറിന്റെയും ഓരോ ബ്ലോക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. നമ്മുടെ സൂമിൽ പോലെ തന്നെയായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടാവുക. ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലാസ് മൊത്തത്തിൽ എടുക്കും എന്നുള്ളതല്ല. കാരണം നമ്മുടെ ആപ്പിൽ എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. നിങ്ങൾ ആ വീഡിയോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേപ്പറിന്റെ ബ്ലോക്ക് 1ന്റെ ലൈവ് സെഷൻ ഉണ്ട് ഫ്രൈഡേ എന്ന് ഇൻഫോം ചെയ്താൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫ്രൈഡേക്ക് മുന്നായിട്ട് ആ ബ്ലോക്കിന്റെ എല്ലാ സെഷൻസും എല്ലാ വീഡിയോസും മെറ്റീരിയൽസും വായിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പുവരുത്താം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ലൈവ് സെഷൻസിൽ അതിന്റെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം എന്നുള്ളത്. അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള പേപ്പറിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അവിടെ റിവിഷൻ സെഷൻ ആയിരിക്കും, കംപ്ലീറ്റ് ക്ലാസ് എടുക്കും എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരിക. പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി വീഡിയോസസ് എല്ലാം കണ്ടു, മെറ്റീരിയൽസ് എല്ലാം വായിച്ചു, വീണ്ടും അതിന്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷനും കൂടി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മെന്റേഴ്സ് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും ലിങ്കും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് ഓറിയന്റേഷന്റെ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. സോ പിന്നെ ഇത് കൂടാതെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, നിങ്ങൾ ഓൾറെഡി നമ്മളുടെ കുറെ പേരൊക്കെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് സീരീസ് ഫസ്റ്റ് വേർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ലാസ്റ്റ് ഡേന്റെ കംപ്ലീഷൻ ആയിരുന്നു. ഇനി നമ്മൾ അതിന്റെ സെക്കൻഡ് വേർഷൻ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെരി സൂൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലേൺ വൈസ് ഒരുക്കിയിരിക്കുന്ന ഒരു അഡീഷണൽ പ്രോഗ്രാം ആണ്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് വേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെന്റേഴ്സ് അത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നീട് വരുന്നതാണ് നമ്മുടെ ഹാപ്പിനെസ് സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾക്കിപ്പോൾ ഓറിയന്റേഷന്റെ പാർട്ടായിട്ട് ഹാപ്പിനെസ്സിന് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല.
ബേസിക്കലി നമ്മൾക്ക് ഇവിടെ ലേൺവൈസ് ഒരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് മെന്ററിനപ്പുറം തന്നെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ടായിരിക്കും. ബേസിക്കലി ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു കൗൺസിലർ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ, സ്ട്രെസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സസ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ലിങ്ക് കാര്യങ്ങൾ നിങ്ങളുടെ മെന്റർ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൗൺസിലറുമായിട്ട് സംസാരിക്കാവുന്നതാണ്, നിങ്ങൾക്ക് സെഷൻ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് എന്തെങ്കിലും ബാരിയേഴ്സ് നിൽക്കുന്ന, നിങ്ങളുടെ ഗോളിനെ അച്ചീവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബാരിയേഴ്സ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇവിടെ ലാംഗ്വേജിന് ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്. സോ ഹാപ്പിനെസ് സെഷൻസും നമ്മൾക്ക് ഉണ്ടാവും. എല്ലാ മന്ത്ലി വൺസ് നമുക്കൊരു ഹാപ്പിനെസ് അംബാസിഡറിന്റെ ഒരു സെഷനും കൂടി ജനറൽ ആയിട്ട് നമ്മൾക്കുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതാണ് വെർച്വൽ സെലിബ്രേഷൻസ്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ലാൻവൈസിന്റെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓണം സെലിബ്രേഷൻസും വുമൻസ് ഡേ സെലിബ്രേഷൻസും മെന്റൽ ഹെൽത്ത് ഡേയും അങ്ങനെയുള്ള നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസുകളെല്ലാം, ക്രിസ്മസ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ വെർച്വലി സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ അതിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെർച്വൽ സെലിബ്രേഷൻസിന്റെ ഒക്കെ പാർട്ടായിട്ടും ഓരോ പ്രോഗ്രാംസിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓറിയന്റേഷന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ ടാസ്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോമ്പറ്റീഷൻസുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം മ്യൂസിക് കോമ്പറ്റീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ റീൽസ് മേക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് ആയിരിക്കാം. അപ്പോൾ കോമ്പറ്റീഷൻസിന് എല്ലാത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ടിങ് കോൺഫിഡൻസ് എല്ലാം തരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും എന്നുള്ളതിലൂടെ നിങ്ങൾ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിനോട് കൂടെ നോട്ട് ഓൺലി ജസ്റ്റ് അക്കാഡമിക്സ് ബട്ട് ഓൾസോ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, അതായത് നിങ്ങളുടെ കോൺഫിഡൻസും കോമ്പിറ്റൻസും അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെർച്വൽ പ്രോഗ്രാംസും സെലിബ്രേഷൻസും ഓൾസോ ലേൺവൈസിൽ ഉണ്ടായിരിക്കും. സോ ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് നമ്മളുടെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ വർഷം അഡീഷണൽ ആയിട്ട് ലേൺവൈസിൽ നിന്ന് കുറെ അധികം പ്രോഗ്രാംസ് കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്കത് പിന്നീടുള്ള സെഷൻസും നിങ്ങൾക്കത് ബ്രീഫ് ചെയ്യുന്നതായിരിക്കും ഒരു ഐഡിയയിൽ പിന്നീട് വരുന്ന സമയത്ത്. സോ നമ്മൾക്കറിയാം മെന്റർഷിപ്പ്, ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടാവും, മാം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ചിലപ്പോൾ അക്കാഡമിക് കൗൺസിലർ, ചിലപ്പോൾ നിങ്ങൾ പലരും ഇത് അക്കാഡമിക് കൗൺസിലേഴ്സ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ മെന്റേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് മൈ എന്റെ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പറഞ്ഞിട്ട് ജസ്റ്റ് പോവാന്നുള്ളത് മാത്രമല്ല, എനിക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. കാരണം നമ്മളുടെ മെന്റർഷിപ്പ് ടീമിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 20 മെമ്പേഴ്സോട് കൂടെ നമ്മളുടെ മെന്റർഷിപ്പ് ടീമിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഈ റിസോഴ്സസ് എല്ലാം നമ്മൾക്ക് നമ്മുടെ മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോട്ട് ഓൺലി മെന്റർഷിപ്പ് റിലേറ്റഡ്, ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീഡ്ബാക്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നോട്ട് ഓൺലി ദ സജഷൻസ് ആൻഡ് എവറിത്തിങ്, നിങ്ങൾക്ക് അപ്രിസിയേഷൻസ് ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്തും പ്ലീസ് ഡു ഷെയർ വിത്ത് മീ യുവർ ഹാപ്പിനെസ് ആസ് വെൽ. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടെ നിങ്ങൾക്ക് എന്റെ നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. യു ഓൾ ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. എന്തെങ്കിലും ഹെൽപ്പോ അസിസ്റ്റൻസോ നിങ്ങൾക്ക് പേഴ്സണലി വേണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്തിട്ട് കണക്ട് ചെയ്യാം. സോ ഐ ഹോപ്പ് ദാറ്റ് വിത്ത് ദിസ്, ഐ ഹോപ്പ് ദാറ്റ് mentoring will definitely works. So all the very best wishes for the new academic journey. I know that you all will come out with a beautiful, നല്ല രീതിയിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നോട്ട് ഓൺലി അക്കാഡമിക്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആശംസിക്കുക കൂടി ചെയ്യാണ്. സോ നമ്മളുടെ മെന്റർഷിപ്പില് നമ്മൾക്ക് മെന്റർഷിപ്പ് ടീം ലീഡ്സ് 2 പേരുണ്ട്, വാണി മാം ആൻഡ് അർച്ചന മാം. അതുപോലെ തന്നെ അതിന് അണ്ടറിൽ നമ്മൾക്ക് മെന്റേഴ്സും ഓൾസോ വർക്കിംഗ് ആണ്. സോ നിങ്ങൾക്ക് റിലേറ്റ് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും കോൺടാക്ട് അവർ മെന്റേഴ്സ്. അതുപോലെ തന്നെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഓൾസോ ആസ് വെൽ. സോ ദിസ് ഇസ് വിത്ത് മെന്റർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ. സോ നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും കുറെ പേരെയൊക്കെ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റി. സോ ഭയങ്കര സന്തോഷം നിങ്ങൾ എല്ലാവരെയും ഇപ്പൊ സ്ക്രീനിലൊക്കെ കാണാൻ പറ്റിയതിൽ. ഇനി വരുന്ന സെഷൻസുകളിലും എല്ലാം നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. സോ ദിസ് ഐ കൺക്ലൂഡ്. താങ്ക് യു. Thank you, Lindsay ma'am, for giving such a detailed session about mentorship aspects. അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു ടോട്ടൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഹാർഡ് വർക്ക് കൊണ്ട് വരുന്ന ഒരു കാര്യമല്ല. ഒരു മൊത്തത്തിലുള്ള ഒരു ടീം വർക്കാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്
നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലേൺ വൈസിലെ ഒരു 4 ടീം മെമ്പേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ ലേൺ വൈസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള മുഹമ്മദ് സാറിനെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇപ്പൊ കറന്റ് സിഇഒ ആയിട്ടുള്ള റഹീ സർ, പിന്നെ നമ്മുടെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സർ, നൗഫൽ സർ, റസൽ സർ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളുടെയും വളരെയധികം കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ തരാനും നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോരുത്തരെ സമയക്കുറവ് കൊണ്ടും എല്ലാവരെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പലർക്കും ജോയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ടീം മെമ്പേഴ്സിനെ ഓരോരുത്തരായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനാണ് അടുത്തതായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് വാണി മാമിനെയാണ്. വാണി മാം കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഒരു മെന്റർ ആയിട്ടാണ് ലേൺ വൈസിൽ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല മാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആണ്. കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, BCA, ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹെഡ് ആയിട്ടാണ് വാണി മാം കറന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വാണി മാമിന്റെ സെഷൻ കേൾക്കാം. ഓവർ ടു വാണി മാം. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വാണി എന്നാണ്. ഞാൻ ലേൺ വൈസിലെ മെന്ററാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണം. കാരണം ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി വെച്ചിട്ടും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് പലരും ലേൺ വൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നേടാൻ സാധിക്കട്ടെ. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ എൻറ്റയർ ടീം നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഈ ഡിൻസി മാം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററെ കണക്ട് ചെയ്യാം. പിന്നെ വൈകിട്ട് 9 മണിക്ക് ശേഷം ആണ് എങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി. എപ്പോഴാണോ മെന്റേഴ്സ് അവൈലബിൾ ആവുന്നത്, നെക്സ്റ്റ് മോർണിംഗ് അവൈലബിൾ ആവുന്ന ടൈമിൽ നിങ്ങൾ അത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരാൻ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. നമ്മൾ അടുത്തൊരു ചുവട് വെക്കുകയാണ് നെക്സ്റ്റ് ജൂലൈ ബാച്ചിലേക്ക്. അത് എല്ലാവർക്കും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവേഷിനോട് പ്രാർത്ഥിക്കുന്നു. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു മാം. കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാണി മാം മാത്രമല്ല ഉള്ളത്. എന്റെ പേര് അശ്വതി. ഞാനും കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ കൂടാണ്ട് തന്നെ രാഗി മാം ഉണ്ട്, ദുർഗ മാം ഉണ്ട്, സാൻഡ്ര മാം ഉണ്ട്, സ്നേഹ മാം ഉണ്ട്, ഹിബ മാം ഉണ്ട് കേട്ടോ. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരും തന്നെ ഈ സെഷനിൽ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അർച്ചന മാമിനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവർ ടു യു മാം. അർച്ചന മാം. താങ്ക് യു അശ്വതി. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഹായ് എവ്രിവൺ, വെരി ഗുഡ് ഈവനിങ്. അപ്പം കുറെ ദിവസമായിട്ട് നമ്മൾ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റേജുകളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെന്റർഷിപ്പിനെ കുറിച്ചും മെന്റർഷിപ്പ് സപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇപ്പം വാണി മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ റെഡിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് സ്വപ്നങ്ങളായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം ഇനി എനിക്ക് എന്റെ ഫ്യൂച്ചർ ലൈഫിലേക്ക് എന്നൊക്കെ വിചാരിച്ച് BA ആയാലും അതേപോലെ MA ആയാലും കോഴ്സസ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റട്ടെ. അതിനുള്ള എല്ലാ വിശ്വസും നേരുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. അർച്ചന മാം. അർച്ചന മാമിന്റെ അണ്ടറിൽ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വേറെ മെന്റേഴ്സ് ഉണ്ട്. വൈഷ്ണവി മാം ഉണ്ട്, ഹന മാം ഉണ്ട്, സുനീറ മാം ഉണ്ട്, ആൻഡ് അക്ഷര മാം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മെന്റേഴ്സിനെ കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഇത് നമുക്ക് ഫാക്കൽറ്റീസ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ആപ്പിൽ ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുള്ള എന്താ ഫാക്കൽറ്റീസിനെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. നിങ്ങൾ അവരെ ആപ്പിൽ മാത്രമല്ലേ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ആദ്യം തന്നെ ഐശ്വര്യ മാം, പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഐശ്വര്യ മാമിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാം കേൾക്കാവോ? കേൾക്കാം. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. സോ ഞാൻ ഐശ്വര്യ, പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റി ആണ്. സോ ലൈക്ക് എല്ലാവരും ഇങ്ങനെ ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ വളരെ സന്തോഷം. അപ്പം നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ഓൺ ടൈം കംപ്ലീഷനും എല്ലാവർക്കും സാധിക്കട്ടെ.
അതുപോലെ ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ മാം, കുഴപ്പമില്ല. താങ്ക് യു. താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആയിട്ടുള്ള സീത മാമിനെ പരിചയപ്പെടാം. സീത മാം, ഓവർ ടു യു മാം. ഹായ്, ഞാൻ ഓഡിബിൾ ആണോ? അതെ അതെ, ഓഡിയോ. ഹായ് ഓൾ, എല്ലാരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ ഈ വർഷം ലേൺ വൈസിന്റെ ക്ലാസ്സസിൽ ഞാനും ഉണ്ടാവും. ആൻഡ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ലേൺ വൈസ് ഫാമിലി. അപ്പോൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോവാം. വളരെ ഈസി ആയിട്ട് ആ നോട്ട്സിനെ കുറച്ചുകൂടി എളുപ്പമാക്കിയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പരിചയപ്പെടുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ള സീത മാമിനെയാണ് പരിചയപ്പെട്ടത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റേഴ്സ് ഓൾസോ അവൈലബിൾ ആണ്. മേഘ മാമും അടുത്തതായിട്ട് ജിൽഷ മാമും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന അക്ഷയ മാമിനെയാണ്. ഓവർ ടു യു മാം. അക്ഷയ മാം, കേൾക്കാം. കേൾക്കാം മാം, പറഞ്ഞു. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ലേൺ വൈസിന്റെ ഒരു പാത്രത്തിൽ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കീ ടു സക്സസ് ആണ്. അപ്പൊ ഒരു സക്സസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതൊരു ടൈമിലും മെന്റേഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യാൻ നമുക്ക് എല്ലാവരും ഫാക്കൽറ്റി ഫുൾ അവൈലബിൾ ആണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മള് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ലിജിന മാമിനെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിജിന മാം, കേൾക്കാമോ? ഹലോ, ഓഡിബിൾ ആണോ? അതെ, പറഞ്ഞു. ഹായ് എവരിവൺ, ഞാൻ ലിജിന, സോഷ്യോളജിയിലെ ലേൺ വൈസിലെ ഫാക്കൽറ്റി ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വളരെയധികം ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും വന്നിരിക്കുക. ചിലവരൊക്കെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിരുന്നു ഓറിയന്റേഷന്റെ ഫസ്റ്റത്തെ സെഷൻ, ഫസ്റ്റത്തെ ഒരു ഭാഗത്തെല്ലാം അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ഹെൽപ്പുകളും നിങ്ങളുടെ പഠനത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒപ്പമായിട്ട് ഇരിക്കുക, ഇൻസ്ട്രക്ഷൻസും നൽകുന്ന നോട്ട്സുകളും അല്ലെങ്കിൽ നൽകുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു. താങ്ക് യു മാം. സോഷ്യോളജിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് മെന്ററിനെ നമുക്ക് സോഷ്യോളജി മെന്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് റിൻഷിറ്റ മാം, ഓഡിയബിൾ ആണോ? ഓഡിബിൾ ആണോ? അതെ അതെ, പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം എവ്രിവൺ ടു ലേൺ വൈസ്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ബാരിയേഴ്സ് ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ BA ആണെങ്കിലും MA ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും നിങ്ങളൊരു പുതിയ തുടക്കം ഇന്ന് തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഡിഗ്രി നേടുക എന്നുള്ളത് മാത്രമല്ല ഇതിലൂടെ ചെയ്യുന്നത്. നിങ്ങളുടെ ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ഈ ലേൺ വൈസിന്റെ മൊത്തം ഗ്രൂപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന സുനീറ മാമിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. സുനീറ മാം, ഓവർ ടു യു. ഓഡിബിൾ ആണോ? അതെ അതെ. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട്, മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും നിങ്ങൾ ലേൺ വൈസിന് ഒട്ടുമിക്ക എല്ലാ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് വെറും ഒരു വിർച്വൽ ലേണിംഗ് പ്ലാറ്റ്ഫോം എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അതേപോലെ തന്നെ നിങ്ങളും ഈ ഒരു ഓറിയന്റേഷൻ സെഷനോടുകൂടി എല്ലാത്തിനും വേണ്ടി റെഡി ആവുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിട്ട് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സുനീറ മാം. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാമായ ആതിര മാമിനെ വെൽക്കം ചെയ്യാം. മെന്റർ ആയിട്ടും ഫാക്കൽറ്റി ആയിട്ടുമാണ് കേട്ടോ മാം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത്. ഹായ്, ഓഡിബിൾ ആണോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം.
അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. കാരണം പലവിധ മാം എല്ലാവരും പറഞ്ഞതുപോലെ പല സാഹചര്യങ്ങൾ കൊണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്ന ആ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG നേടണം എന്നൊരു സ്വപ്നം പല ചാലഞ്ചസ് ഉണ്ടായിട്ടും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു തീരുമാനത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഊർജ്ജം ഉണ്ടല്ലോ, ഈ ഒരു ഊർജ്ജം കണ്ടിന്യൂസ്ലി ഒപ്പം കൊണ്ടുപോവുക. നിങ്ങൾക്കറിയാം ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ലേൺവൈസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട്. ആപ്പിലാണെങ്കിലും മെന്റർഷിപ്പ് സപ്പോർട്ടിലാണെങ്കിലും അതല്ലാതെ EEP പോലെയാണെങ്കിലും ഒക്കെ ഒരുപാട് സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. സോ ഇതിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ വീണ്ടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ തീം തന്നെയാണ്, ഡിസ്കവർ ലേൺ അച്ചീവ് എന്നുള്ളത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആതിര മാം. താങ്ക് യു മാം. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ മെന്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഫാത്തിമ മാം. ഫാത്തിമ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോ എന്റെ പേര് ഫാത്തിമ. ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാൻ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. അതേപോലെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എടുക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് MSW ഫസ്റ്റ് ഇയറിൽ ഉള്ള ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള MSW 002 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന പേപ്പറാണ് എടുക്കുന്നത്. ആൻഡ് ഞാൻ അതിൽ കുറെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലേണേഴ്സിന് എന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം. നിങ്ങളിപ്പോ പേടിക്കണ്ട, അയ്യോ മാം ഡൗട്ട് ചോദിച്ചാൽ ഇത് പൊട്ടത്തരായി പോവോ അല്ലെങ്കിൽ ചെറിയ ഡൗട്ട് അല്ലേ എന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ഇരിക്കേണ്ട. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ലേണേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ. സോ നിങ്ങൾ ഈ വീഡിയോ ക്ലാസ്സസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ടൈമും അതേപോലെ നിങ്ങളുടെ മണിയൊക്കെ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ടല്ലേ. സോ നിങ്ങൾ എല്ലാവരും പ്രോപ്പർ ആയിട്ട് മെന്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ആപ്പ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനും ഞാൻ ബെസ്റ്റ് വിഷസ് നേരുന്നു. ബൈ. താങ്ക് യു ഫാത്തിമ മാം. അടുത്തതായിട്ട് നമുക്ക് BCA ഡിപ്പാർട്ട്മെന്റിലെ അർച്ചന മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അർച്ചന മാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലേൺ വൈസ് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പുതിയ ലേണേഴ്സിനും ഒരു വാം വെൽക്കം തന്നെ വിഷ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ലേൺ വൈസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി റിസോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു അക്കാഡമിക് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൂടെ നമുക്ക് വളരെ മികച്ച ഒരു ഫ്യൂച്ചർ, അതുപോലെ കരിയർ വൈസ് ആണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ എല്ലാ സ്റ്റുഡൻസിനും കഴിയട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു അർച്ചന മാം. ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതായിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള തഹസീൻ മാമിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തഹസീൻ മാം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കും. ഫസ്റ്റ് തന്നെ എനിക്ക് ലേണേഴ്സിനെ കാണുമ്പോൾ വലിയൊരു റെസ്പെക്ട് ഫീൽ ചെയ്യാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതല്ലെങ്കിൽ ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, മാരേജ് കഴിഞ്ഞവരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത്തരം ചലഞ്ചസ് എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോഴും വീണ്ടും പഠിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയൊരു ലക്ഷ്യം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ലേൺവൈസ് നിങ്ങൾക്ക് ഒരുക്കുന്നതായിരിക്കും. അതിന്റെ എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലേൺവൈസ് തരുന്നതായിരിക്കും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമല്ല. ജസ്റ്റ് ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് യുവർ ഫ്യൂച്ചർ is created. So keep studying, stay focused and you will be unstoppable. Thank you. താങ്ക് യു തഹസീൻ മാം. ഇപ്പൊ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ മെന്റേഴ്സിനെ തന്നെ ഇപ്പൊ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അറിയാലോ, ടൈം ലിമിറ്റ് ഉണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഫാക്കൽറ്റീസും ഒരുപാട് മെന്റേഴ്സും അവൈലബിൾ ആണ്. നിങ്ങളുടെ പേഴ്സണൽ മെന്റേഴ്സ് ചിലപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, നമ്മളിപ്പോ എല്ലാരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പറ്റാത്ത ടൈം ലിമിറ്റിന്റെ ഇഷ്യൂ കൊണ്ടാണ് നമ്മളിപ്പോ വളരെ കുറച്ച് മെന്റേഴ്സിനെ മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് ഫാക്കൽറ്റീസിനെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ.
അപ്പൊ മെന്റേഴ്സിന് ഇനി നിങ്ങളെ എന്തൊക്കെയാണ് മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഇനി ചോദിക്കാൻ പോണത്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ചോദിച്ച് നിങ്ങളെ സർവീസുകൾ അവൈൽ ചെയ്യാനുണ്ടാവുമല്ലോ അല്ലെ? അപ്പോ ഞാൻ ഇനി പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെന്റർഷിപ്പ് ആസ്പെക്ട്സ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾ മെന്റർഷിപ്പ് പാക്കേജ് എടുത്തിട്ട് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യണത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള എൻ്റെ ടീമിന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് ആ മെന്റർഷിപ്പിന്റെ ആസ്പെക്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി മനസ്സിലായെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി പറയാനുള്ളത് എല്ലാ സെഷന്റെ ലാസ്റ്റും നമ്മൾ നിങ്ങൾക്ക് ഓരോരോ ആക്ഷൻ ടാസ്കുകൾ തരാറുണ്ടല്ലോ അല്ലെ? എല്ലാവരും അത് കൺസേൺ മെന്റേഴ്സിന് കൊടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലരും ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് തോന്നുന്നു സമയക്കുറവ് മൂലം ചിലപ്പോൾ ചെയ്ത് കൊടുക്കാത്തവരുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും തന്നെ മെന്റേഴ്സിന് അത് കൊടുക്കാൻ നോക്കുക. നമ്മുടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഓറിയന്റേഷൻ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. നമ്മുടെ ഏറ്റവും ലാസ്റ്റ് സെഷൻസിലൊക്കെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെഷനിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആക്ഷൻ ടാസ്ക് എന്താണെന്ന് പറയാം. ഈ സെഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള മെന്റേഴ്സിന് ആ ഒരു ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ സെഷന്റെ പേര് എൻമാസെ സെഷൻ ആയിരുന്നു. ഈ ഒരു സെഷന്റെ നിങ്ങളുടെ ആക്ഷൻ ടാസ്ക് എന്താണെന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ടേക്ക് എൻ A4 ഷീറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫോളോയിങ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ മെന്റർ. നിങ്ങൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് മുമ്പുള്ള സെഷൻസിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റേഴ്സിന് അയച്ചു കൊടുക്കണം. ഫസ്റ്റ് വൺ, വാട്ട് സപ്പോർട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം യുവർ മെന്റർ ആസ് യുവർ പേഴ്സണൽ ഗൈഡ്? നിങ്ങളുടെ മെന്ററുടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സപ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. പോയിന്റ്സ് ആയിട്ടോ പാരഗ്രാഫ് ആയിട്ടോ എങ്ങനെയാണോ സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ട് അത് അയക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഹാസ് യുവർ കോൺഫിഡൻസ് ഇൻക്രീസ് ആഫ്റ്റർ ഇന്ററാക്ടിങ് വിത്ത് ദ എൻറ്റയർ ലേൺവൈസ് ടീം റെക്കഗ്നൈസിംഗ് ദ റോൾ ഇൻ യുവർ അക്കാദമിക് സക്സസ്? നിങ്ങളിപ്പോ എൻറ്റയർ ലേൺവൈസ് ടീമിനെ ഓൾമോസ്റ്റ് പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടീമിനെ നിങ്ങൾ പരിചയപ്പെട്ടത് വെച്ചിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ അക്കാദമിക് ജേർണിയിൽ അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്പെസിഫിക് ഏരിയ ഡു യു റിക്വയർ മോർ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഫ്രം യുവർ മെന്റർ? നിങ്ങൾക്ക് എല്ലാവർക്കും ചില സ്റ്റുഡൻസ് ഇപ്പൊ പേഴ്സണലി എനിക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ഇംഗ്ലീഷിന് വീക്കാണ് മിസ്, എങ്ങനെയാണ് അത് ബെറ്റർ ആക്കേണ്ടത്? അങ്ങനെ ചില സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും കാണാതെ പഠിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, പക്ഷെ സമയം കിട്ടുന്നില്ല കാണാതെ പഠിക്കാൻ. അങ്ങനെ പല സ്റ്റുഡൻസിനും പഠിത്തത്തിന്റെ കേസ് വരുമ്പോൾ പല ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണ്ട ഏരിയ എന്താണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊരു ടാസ്ക് മാത്രമായിട്ടല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെന്റേഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങളെ പറ്റി കൂടുതൽ അവർക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, when would you prefer your mentor to get in touch with you for the weekly call? വീക്ക്ലി കോൾ സെഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീക്ക്ലി കോൾ സെഷനിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വീട്ടില് പ്രത്യേകിച്ച് ജോലി അങ്ങനെ ഒരു പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാവില്ല ചിലപ്പോൾ. അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മെന്റർ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇന്ന ടൈമിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഒരു സമയത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് ഏത് ദിവസമാണ്? ഓൾറെഡി ലിൻസി മാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരു വീക്ക്ലി കോൾ ഡേ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് മെന്റർ വിളിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും റെസ്പോണ്ട് ചെയ്യാം മെന്റർ അടുത്ത്. മനസ്സിലായില്ലേ? കാരണം അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആര് വിളിച്ചാലും നമ്മള് ഒരു മെസ്സേജ് എങ്കിലും അയച്ചിടില്ലേ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ? ആ ഒരു സെയിം ഇമ്പോർട്ടൻസ് തന്നെ നിങ്ങൾ മെന്റർക്കും കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു അക്കാദമിക് ജേർണിയിൽ നമുക്ക് ഫുൾ ഓൺ ഒരു ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ ആ ഒരു സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഈ ഒരു സെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ടാസ്ക് വരുന്നത്. എല്ലാവരും തന്നെ ആക്ഷൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മെന്റേഴ്സിന് അയച്ചു കൊടുക്കുക. ഇതിന് മുമ്പത്തുള്ള ഏതെങ്കിലും സെഷന്റെ ആക്ഷൻ ടാസ്കുകൾ പെൻഡിങ് ആണെങ്കിൽ അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുക. വി ഹോപ്പ് ലൈക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്കെന്നാ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം.